Hi friends, welcome to my channel. ഇന്ന് നമ്മൾ കാണുന്നത് തിയറി ഓഫ് രസയാണ്. എസ്.എൻ. ദാസ്ഗുപ്ത എഴുതിയിരിക്കുന്ന ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനായി കൊടുത്തിരിക്കുന്ന തിയറി ഓഫ് രസയെ പറ്റിയിട്ടാണ് നമ്മൾ കാണുന്നത്. അഭിനവ് ഗുപ്ത ഭരതയുടെ നാട്യശാസ്ത്രയെ കമൻട്രി ചെയ്തുകൊണ്ട് എഴുതിയ രസയിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പ്രൊഫസർ എസ്.എൻ. ദാസ്ഗുപ്ത തൻ്റെ തിയറി ഓഫ് രസയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Theory of Rasa. It was introduced by Abhinav Gupta in his commentary on Bharada's Natyashastra, an ancient literary theory on aesthetics. ഭരതയുടെ നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഒരു പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി തിയറിയാണ്. ആ ലിറ്റററി തിയറി എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ എസ്തെറ്റിക്സ്, ബ്യൂട്ടീനെ പറ്റിയിട്ടുള്ളൊരു ലിറ്റററി തിയറിയാണ്. അതിനെ കമൻറ്റ് ചെയ്തുകൊണ്ട് അഭിനവ് ഗുപ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫസർ ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത്. ഈ രസയിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ബ്യൂട്ടി ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ആർട്ട് ഫോംസിൽ അതേപോലെ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ബ്യൂട്ടി എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഈ തിയറി ഓഫ് രസയിൽ വന്നിരിക്കുന്നത്. രസ അഫക്ട്സ് സഹൃദയ എന്ന് പറയുന്നത് ഓഡിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. റീഡർ അല്ലെങ്കിൽ ഓഡിയൻസ് എന്നതിനെയാണ് സഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ്തെറ്റിസം അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിലുള്ള ബ്യൂട്ടി എങ്ങനെയാണ് ഒരു വായനക്കാരനെ അല്ലെങ്കിൽ ഒരു കാണിയെ ആകർഷിക്കുന്നത്, എങ്ങനെയാണ് അയാളെ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ ഈ തിയറി ഓഫ് രസയിലൂടെ കാണുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഒരു സഹൃദയൻ, ഒരു ഓഡിയൻസ് എങ്ങനെ അതിനെ സ്വീകരിക്കുന്നത്, അയാളുടെ ഫീലിങ്സും ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ രസ എന്നതിനെ ഇവിടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. റീഡേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് enjoy it spontaneously. Readers and viewers enjoy it spontaneously, whether it is a work of art or art of criticism. ഒരു ആക്ഷേപഹാസ്യം അതേപോലെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും, നിരൂപണ രൂപത്തിലുള്ളതാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ലിറ്റററി വർക്കാണ് എങ്കിലും, അതിപ്പോൾ ഒരു ഡ്രാമയാവാം, പോയട്രി ആവാം, എന്താണെങ്കിലും അത് വായനക്കാരന് അല്ലെങ്കിൽ കാണിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് ആ നിമിഷം തന്നെ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ലഭിക്കുകയാണ് എന്നാണ് ഇവിടെ തിയറി ഓഫ് രസയിലൂടെ പറയുന്നത്. ഇനി 9 രസാസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജഗതി നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് രസേനെ പറ്റിയിട്ട്. ജഗതിയുടെ ആ ഒരു മുഖഭാവങ്ങൾ തന്നെ നമ്മൾ മനസ്സിൽ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇവിടെ ശൃംഗാര സ്റ്റാൻഡ്സ് ഫോർ ലവ്, ഹാസ്യ ഹ്യൂമർ, കരുണ കമ്പാഷൻ കാരുണ്യം, രൗദ്ര റാത്ത് എന്ന് പറയുന്നത് ദേഷ്യം, വീര ഹീറോയിസം, ഭയാനക ടെറർ ഭയാനകമായിട്ടുള്ള ഭയം ജനിപ്പിക്കുന്നത്, ബീഭത്സ ഡിസ്കസ്റ്റ്, അതേപോലെ തന്നെ അദ്ഭുത എന്ന് പറയുന്നത് വണ്ടർ, ശാന്ത പീസ്. ഇങ്ങനെയുള്ളതാണ് 9 രസങ്ങൾ എന്ന് പറയുന്നത്. ഈ 9 രസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എത്തരത്തിലാണ് ഒരു വായനക്കാരനെ ഓഡിയൻസിനെ ബാധിക്കുന്നത് എന്നാണ് നമ്മളിന്ന് കാണുന്നത്. ഇനി പ്രൊഫസർ എസ്.എൻ. ദാസ്ഗുപ്ത gives a brief introduction to the theory of rasa and shows how it has come to be accepted as the ultimate gospel ട്രൂത്ത് ഇൻ ലിറ്റററി ക്രിറ്റിസിസം വേൾഡ് വൈഡ്. ഈ എസ്സേയിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ തിയറി ഓഫ് രസ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഗോസ്പലായിട്ട് ലിറ്റററി ക്രിറ്റിസിസത്തിൽ വരുന്നത്. അൾട്ടിമേറ്റ് ഗോസ്പൽ ഓഫ് ട്രൂത്ത് ഇൻ ലിറ്റററി ക്രിറ്റിസിസം വേൾഡ് വൈഡ് ആയിട്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇത്രയധികം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാരണം എന്താണ്, എന്തുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ എസ്സേയിലൂടെ പറയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി രസ എന്ന് പറയുന്നത് കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആണ്. ഇന്ത്യൻ എസ്തെറ്റിക്സിൻ്റെ തന്നെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് രസ എന്ന് പറയുന്നത്. എസ്തെറ്റിക് ഇമോഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സൗന്ദര്യം ജനിപ്പിക്കുക, സൗന്ദര്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോൺഷ്യസ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്ലഷർ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷനായിട്ടാണ് നമുക്ക് രസേനെ പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദ ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ്. എന്താണ് ഒരു പോയറ്റിലുണ്ടാവുന്ന സൃഷ്ടി, ആ പോയറ്റ് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്, അയാളുടെ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ദ എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് ഓഫ് ദ റീഡർ, അത് എങ്ങനെയാണ് ഒരു
ഒരു കലാകാരൻ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ എഴുത്തുകാരൻ ഒരു കവി ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുന്നു. അത് വായിക്കുമ്പോൾ അത് എങ്ങനെയാണ് വായനക്കാരന് അതിലൂടെ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് എങ്ങനെയാണ്. ആൻഡ് ഡൈവേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഇൻ ദ വർക്ക്. ഒരു വർക്കിൽ തന്നെ ഡൈവേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടാകും. ഓതറിനുണ്ടാവുന്ന അതേ ഒരു ഇമോഷൻ ആവണമെന്നില്ല റീഡറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിനെ രസ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രസയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പോയറ്റിലുണ്ടാകുന്ന അതേ ഇമോഷൻ ആവണം വായനക്കാരനുണ്ടാകുന്നതെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പഠനം തന്നെയാണ് ഈ രസ തിയറിയിലൂടെ, ഇന്ത്യൻ എസ്തെറ്റിക്സിലെ രസ തിയറിയിലൂടെ നടക്കുന്നത്. ദ ഏർലിയസ്റ്റ് വർക്ക് ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ഇസ് ഭരദാസ് നാട്യശാസ്ത്ര. ഭരതയുടെ നാട്യശാസ്ത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് എ ഫ്യൂ ഇൻസ്ട്രക്ഷൻ ടു ദ ആക്ടേഴ്സ് അബൌട്ട് ഹൗ ടു പ്രസൻറ്റ് പ്ലേസ്. നാടകങ്ങളിൽ അഭിനയിക്കുമ്പോൾ ആക്ടേഴ്സ് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണ് ഭരതയുടെ നാട്യശാസ്ത്രത്തിലൂടെ നൽകുന്നത്. നാട്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നാട്യം എന്ന് പറയുന്നത് ഡ്രാമ, പ്ലേയിൽ എങ്ങനെയാണ് ആ നാടകം അഭിനയം നടത്തേണ്ടത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്, ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളാണ്. അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഈ ഇന്ത്യൻ എസ്തെറ്റിക്സിലൂടെ നാട്യശാസ്ത്രയിലൂടെ ഭരത പറഞ്ഞു വയ്ക്കുന്നത്. ഭരത റിമാർക്സ് ദി എയിം ഓഫ് പ്രസൻറ്റിങ് എ പ്ലേ യൂസ് ടു ഇവോക്ക് രസ. അപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് രസ ഡെവലപ്പ് ചെയ്യുക, മറ്റ് കാണികളിൽ രസ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാണ് ഭരത പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് രസയുടെ അല്ലെങ്കിൽ പ്ലേ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത് രസ കാണികളിൽ ഉണ്ടാക്കുക എന്നാണ് ഭരത പറയുന്നത്. അതിൻ്റെ എയിം അതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രസ തിയറി എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? ഡിലൈറ്റ് റീഡർ ഗെറ്റ്സ് ആഫ്റ്റർ റീഡിങ് എ വർക്ക്. അതായത് ഒരു വായനക്കാരന് വായിച്ചു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ ആനന്ദം ജനിപ്പിക്കുക, ആനന്ദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രസ എന്ന തിയറിയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രസ എംഫസൈസ് ചെയ്യുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. ഒരു വർക്ക് വായിച്ചു കഴിയുമ്പോൾ അത് വായനക്കാരൻ്റെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുക, ആനന്ദം ഉണ്ടാക്കുക. ഡിലൈറ്റ് ഇസ് ദ എസെൻസ് ഓഫ് പോയട്രി. അപ്പോൾ ഈ ആനന്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ് പോയട്രിയുടെ എസെൻസ് എന്ന് പറയുന്നത് തന്നെ, അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ വായനക്കാരൻ്റെ ഉള്ളിൽ ഈ ആനന്ദം അല്ലെങ്കിൽ ഡിലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രസ റെൻഡേഴ്സ് ഓൾ മീനിങ് എലമെൻറ്റ്സ് ഇൻ പോയട്രി. രസയിലൂടെ ആണ് എല്ലാ തരം മീനിങ് എലമെൻറ്റ്സും പോയട്രിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നോ മീനിങ് ക്യാൻ ബി റെൻഡേർഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് രസ. അപ്പോൾ ഒരു മീനിങ്ങും രസയുടെ അപ്പുറം, രസയില്ലാതെ ഒരു മീനിങ്ങും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് രസ തിയറിയിലൂടെ എംഫസൈസ് ചെയ്യുന്നത്. രസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ പോയട്രി വായിക്കുമ്പോൾ ആ വാക്യത്തിലൂടെ അതിൻ്റെ കോമ്പോസിഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറുണ്ട്, ഒരു എസ്തെറ്റിക് പ്ലഷർ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രുചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചിയും അതിൻ്റെ ആനന്ദവും എങ്ങനെയാണ്, ഒരു പ്ലഷറും എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരു വായനക്കാരന് കവിത വായിക്കുമ്പോഴും ഒരു ആനന്ദവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്, പ്ലഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഇവിടെ രസ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭരത സേസ് ദർ ഈസ് നത്തിങ് ഇൻ ഡ്രാമ ഡിവോയ്ഡ് ഓഫ് രസ. ഡ്രാമയിലാണ് എങ്കിലും പോയട്രിയിലാണ് എങ്കിലും നമുക്ക് രസമില്ലാതെ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഭരത അഭിപ്രായപ്പെടുന്നത്. ഇനി ഭരതമുനി ആരാണ്, ഇവിടെ ഭരതമുനിയുടെ അഭിപ്രായം എന്താണ് രസയെ പറ്റിയിട്ട് എന്നാണ്. റിമാർക്സ് ഡ്രാമ ഇസ് ആൻ ഇമിറ്റേഷൻ ആൻഡ് നറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ്. നമ്മൾ ഡ്രാമയിലൂടെ നമ്മൾ കണ്ടു പരിചയമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡിനെ വിവരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ആക്ഷൻസ് ഓഫ് ദ വേൾഡിലുള്ള പല തലങ്ങളിലുള്ള ആളുകളെ നമ്മൾ ആക്ഷനിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് അഫക്ട്സ് സെൻസിബിലിറ്റീസ് ഓഫ് ദ റീഡർ. അപ്പോൾ ഈ കഥ അഭിനയിക്കുന്ന ആൾ അയാളുടെ അഭിനയത്തിലൂടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. വായനക്കാരനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അയാളുടെ സെൻസിബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അയാളിലേക്ക് എത്താനായിട്ട് ഈ അഭിനയിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഡ്രാമയിലുള്ള ക്യാരക്ടേഴ്സിന് പറ്റണം. ഹി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഇറ്റ് ഇൻ നാട്യശാസ്ത്ര അബൌട്ട് ഡാൻസ് ആൻഡ് ഡ്രാമ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂസിക്. അതായത് നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നാട്യവും ശാസ്ത്രം. അപ്പോൾ ഇവിടെ നാട്യം എന്ന് പറയുമ്പോൾ അവിടെ
മെയിനായിട്ട് ഡ്രാമയാണ് വരുന്നത്, അഭിനയമാണ് വരുന്നത്, അതിൻ്റെ കൂടെ ഡാൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നാട്യശാസ്ത്രത്തിൽ പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂസിക്, അതിൻ്റെ പുറകെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക്കിൻ്റെ ഹെൽപ്പോടുകൂടി, സഹായത്തോടു കൂടി എങ്ങനെയാണ് നാട്യശാസ്ത്രയിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് അവരുടെ സെൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് പ്ലഷർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഡ്രാമയെ അല്ലെങ്കിൽ ഒരു ഡാൻസിനെ എത്തിക്കാൻ സാധിക്കുക എന്നാണ് നാട്യശാസ്ത്രയിലൂടെ ഭരതമുനി പറയുന്നത്. ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് രസ ഇൻ എസ്തെറ്റിക്സ്. അപ്പോൾ എന്താണ്, എസ്തെറ്റിക്സിലൂടെ ഈ ഭരതമുനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് രസയുടെ ഇമ്പോർട്ടൻസിനെ എസ്തെറ്റിക്സിൽ അല്ലെങ്കിൽ ബ്യൂട്ടിയിൽ എങ്ങനെയാണ് സൗന്ദര്യത്തെ അതിനെ പരമോന്നതമായ രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് രുചിച്ചറിയാനായിട്ട് സാധിക്കുക എന്നതിനെ പറ്റിയിട്ട് രസയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് ഭരതമുനിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് രസ, എസ്തെറ്റിക്സിൽ രസയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്, പ്ലഷർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എസ്തെറ്റിക്സിൽ രസയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നയാളാണ് ഭരതമുനി എന്ന് പറയുന്നത്. രസാനിസ്പതി എന്ന് പറയുന്നൊരു വേർഡ് എസ്സേയിലുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് പ്രോസസ് ഓഫ് ദ ഒറിജിൻ ഓഫ് രസ. എങ്ങനെയാണ് ഈ രസ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് രസാനിസ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരത എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ ഹിസ് രസസൂത്ര. രസസൂത്ര എന്ന് പറയുന്ന തൻ്റെ കൃതിയിലൂടെയാണ് ഭരത ഈ രസാനിസ്പതി എന്ന് പറയുന്ന ടേമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി രസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ ഫോർ രസ ഇസ് എ കോമ്പിനേഷൻ ഓഫ് വിഭാവ, അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ എന്ന്, വ്യഭിചാരി ഭാവ എന്ന് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രസ ഇസ് എ കോമ്പിനേഷൻ ഓഫ് or conjunction of vibhava, anubhava and vyabhichari bhava. ഇനി 4 fundamental conditions for the evocation of rasa. ഈ രസേനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള 4 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു. വിഭാവ, അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവ എന്താവും? വിഭാവ എന്ന് പറയുന്നത് കോസാണ്, അതിൻ്റെ കാരണം. അനുഭാവ എന്ന് പറയുന്നത് സിംറ്റംസ്, എന്തൊക്കെ സിംറ്റംസ് ആണ് ഇതിൽ കാണിക്കുന്നത്. വ്യഭിചാരൻസ് അല്ലെങ്കിൽ വ്യഭിചാരി ഭാവ എന്ന് പറയുന്ന ആൻസിലറി ഫീലിങ്സ് ആണ്, മറ്റ് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന, ഹെൽപ്പിംഗ് ആയിട്ട് വരുന്ന മറ്റ് ഫീലിങ്സ് ആണ് അതിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ സംയോഗ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് അവിടെ രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ രസ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ വിഭാവയും അനുഭാവയും വ്യഭിചാരി ഭാവയും കൂടി ഒന്നിച്ചു കൂടുമ്പോഴാണ് അവിടെ രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ വിഭാവ എന്ന് പറയുന്നത് എന്താണ്? വിഭാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്. വിഭാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ്. ഒബ്ജക്റ്റീവ് കണ്ടീഷൻ പ്രൊഡ്യൂസിങ് ഇമോഷൻ. ഈ ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ് വിഭാവ എന്ന് പറയുന്നത്. അനുഭാവ എന്ന് പറയുന്നത് അതിൻ്റെ ബോഡ്ലി എക്സ്പ്രഷൻസ് ആണ്. വ്യഭിചാരിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ഡൈവേഴ്സ് ഇമോഷൻസ് ആണ്. അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാം. അടുത്തത് ഭാവ. ഭാവ എന്ന് പറയുമ്പോൾ മീൻസ് ബോത്ത് ഇമോഷണൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്സ്. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്സ്, നമ്മുടെ മാനസികമായ വശങ്ങൾ രണ്ടും കൂടി ചേരുന്നതിനെയാണ് ഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഡൈവേഴ്സ്ലി ഇൻ്റർപ്രറ്റഡ് ആസ് ഫീലിങ്സ്, ഇമോഷൻസ് ഓർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. നമ്മളുടെ ഫീലിങ്സ് ആവാം, നമ്മുടെ ഇമോഷൻസ് ആവാം, അതേപോലെ നമ്മളുടെ മാനസികമായിട്ടുള്ളൊരു തലമാവാം ഈ ഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിഭാവ എന്ന് പറയുന്നത് ദ റീസൺ ഫോർ പ്രൊഡ്യൂസിങ് ആൻ ഇമോഷൻ. ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇമോഷൻ. എന്താണ്? ഒരു ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റീസൺ ഉണ്ടാകും. ആ റീസണാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ഇമോഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ വിഭാവ 2 തരത്തിലുണ്ട്. വിഭാവ ഒന്ന് അലംബന വിഭാവയും അടുത്തത് ഉദിപ്പന വിഭാവയുമാണ് 2 തരത്തിലുള്ള വിഭാവാസ് എന്ന് പറയുന്നത്. അലംബന വിഭാവ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഏത് പേഴ്സണിൽ നിന്നുമാണ് ഈ ഒരു തരം ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതാണ് അലംബന വിഭാവ. ഉദിപ്പന എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലംബന വിഭാവ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലവ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലവ് എന്ന് പറയുമ്പോൾ മാൻ ഹു ഈസ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് എ വുമൺ. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലവ് റിലേഷനാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ആ 2 വ്യക്തികളെയാണ് ഇവിടെ അലംബന വിഭാവാസ് എന്ന് പറയുന്നത്. പേഴ്സൺസിനെയാണ് അലംബന വിഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉദിപ്പന വിഭാവ എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസ് ആണ്. അതിനുണ്ടായ സാഹചര്യം എന്താണ്? ഇവരുടെ ഇടയിൽ ഈ പ്രണയം ഉണ്ടാവാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ ചാറ്റൽ മഴയായിരിക്കാം, ചെറിയൊരു ഇളം കാറ്റായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക
നമ്മുടെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. സർക്കംസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു പൂന്തോട്ടമായിരിക്കാം, നല്ലൊരു സുഗന്ധമായിരിക്കാം, നല്ലൊരു പാട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നൊരു മ്യൂസിക് ആയിരിക്കാം. ഇങ്ങനെ അതിൻ്റെ സർക്കംസ്റ്റൻസിനെയാണ് ഉദ്ദീപന വിഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലംബന എന്ന് പറയുന്നത് പേഴ്സണാണ്, ലവ് ഉണ്ടാവുന്ന വ്യക്തികളാണ്, അതിനുണ്ടാവുന്ന സാഹചര്യമാണ് ഉദ്ദീപന വിഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഭാവാസ് 2 തരമുണ്ട്, ആലംബന വിഭാവ ആൻഡ് ഉദ്ദീപന വിഭാവാസ്. അപ്പോൾ ആലംബന വിഭാവ ക്യാരക്ടേഴ്സ് വിത്ത് റെഫറൻസ് ടു ഇമോഷൻസ് അറോസ്ഡ്, ലവ് പേഴ്സൺസ് ആണ്. ഉദ്ദീപന എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഫീച്ചേഴ്സ്, അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉദ്ദീപന വിഭാവം. ഇനി അനുഭാവ എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അനുഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലവ്, ലോങ്ങിങ് ഗ്ലാൻസ്, ഐസ്, സ്മൈൽസ് എക്സെട്ര. നമ്മൾ ഈ ലവേഴ്സിൻ്റെ ഇടയിലുണ്ടാവുന്ന മുഖത്തുണ്ടാവുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ഇവിടെ വിഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലവേഴ്സിൻ്റെ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അനുഭാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിലി എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ അനുഭാവ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ലവ് ഉണ്ടാവുന്ന വ്യക്തികളുടെ ഇടയിലുണ്ടാവുന്ന ചെറിയൊരു പുഞ്ചിരിയാവാം, നോട്ടമാവാം, ഇങ്ങനെയൊക്കെ വരുന്നത് അനുഭാവയ്ക്ക് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇനി വ്യഭിചാരി ഭാവയാണ് അടുത്തത്. വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത് എസ്സയിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി ലവ്, ഒരു മാനും വുമണും തമ്മിൽ ലവാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞതിന് ശേഷം വുമൺ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാൻ. അപ്പോൾ ആ ഒരു സ്ത്രീ പുരുഷന് വേണ്ടി അവിടെ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ വരുന്നില്ല, പറഞ്ഞ സമയത്ത് എത്തുന്നില്ല. പറഞ്ഞ സമയത്ത് എത്താതിരിക്കുമ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കാം എന്ന് ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മേ ബി ആക്സിഡൻറ്റ് സംഭവിച്ചതാണോ, അതോ അയാൾ വേറെ ആരെങ്കിലുമായിട്ട് ലവ് അഫെയർ ആയോ, എന്തുകൊണ്ട് വന്നില്ല, എന്തെങ്കിലും അസുഖമാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഇത്തരത്തിൽ പല രീതിയിൽ ഡൈവേഴ്സ് ഇമോഷൻസ് നമ്മളുടെ ഡോമിനൻ്റ് ഇമോഷനെ ഫീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിയെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അയാളോടുള്ള ലവ് ആണ് നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള അവിടെ കാര്യം വ്യഭിചാരി ഭാവയിൽ വരുന്നത്. അപ്പോൾ ആ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ കണക്ട് ചെയ്ത് മറ്റ് ഇമോഷൻസും കൂടി വരുന്നതിനെയാണ് ഇവിടെ വ്യഭിചാരി ഭാവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈവേഴ്സ് ഇമോഷൻസ് ദാറ്റ് ഫീഡ് ഡോമിനൻ്റ് ഇമോഷനാണ് ഇവിടെ വരുന്നത്. ഡോമിനൻ്റ് ഇമോഷൻ ലവ് ആണ്, മറ്റ് ടെൻഷൻസും കാര്യങ്ങളും ഫിയേഴ്സും ഒക്കെ വരുന്നതാണ് ഡൈവേഴ്സ് ഇമോഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് അഭിനവ് ഗുപ്തയുടെ വ്യൂ ഓൺ രസയാണ്. അഭിനവ് ഗുപ്തയുടെ റിയൽ ഡിസ്കഷൻ ഓൺ രസ വാസ് സ്റ്റാർട്ടഡ് ബൈ ഹിം ഇൻ ഹിസ് കമൻട്രി ഓൺ ഭരദാസ് മാക്സിംസ് ഓൺ രസ. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഭരതയുടെ മാക്സിമം ഓൺ രസയെ കണക്ട് ചെയ്തിട്ട് അതിനെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ രസ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ് ഡിസ്കഷൻ വാസ് ബേസ്ഡ് ഓൺ 2 വേർഡ്സ്. 2 വേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് അഭിനവ് ഗുപ്ത തൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് സംയോഗ, മറ്റേത് രസാനിസ്പതിയാണ്. സംയോഗ എന്ന് പറയുന്നത് കൺജങ്ഷൻ, അതായത് കണക്ഷൻ ഓഫ് വിഭാവ, അനുഭാവ, വികാരി ഭാവ, ഇതിൻ്റെ ഒരു കണക്ഷൻ, അതാണ് സംയോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺജങ്ഷൻ, കണക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. രസാനിസ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ രസ ഡെവലപ്പ് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് രസാനിസ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡോമിനൻ്റ് ഇമോഷൻ, അതേപോലെ സ്ഥായി ഭാവ, ഇതാണ് വേറൊരു കാര്യം അഭിനവ് ഗുപ്ത പറയുന്നത്. സ്ഥായി ഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യക്തികളിലും പല ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ദേഷ്യം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, സന്തോഷം ഉണ്ടാവാം, ഹാസ്യം ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവാം. ഇതിൽ എല്ലാ വ്യക്തികളിലും ചില ഇമോഷൻസ് ഡോമിനൻ്റ് ആയിരിക്കും. ചില വ്യക്തികൾ ഏത് നേരവും സന്തോഷവാന്മാരായിട്ട് കാണപ്പെടും. അയാൾക്കുള്ളിൽ ദുഃഖം ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, പക്ഷേ അയാളുടെ ഡോമിനൻ്റ് ഇമോഷൻ സന്തോഷമായതുകൊണ്ടായിരിക്കും അയാളുടെ സ്ഥായി ഭാവം സന്തോഷമായി കാണപ്പെടുന്നത്. എന്നാൽ ചില വ്യക്തികൾ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അയാളുടെ ഉള്ളിൽ സങ്കടം ഉള്ളതുകൊണ്ടാവണമെന്നില്ല അയാളുടെ മുഖം ദുഃഖപൂർണ്ണമായിരിക്കുന്നത്. അത് സ്ഥായി ഭാവയാണ്. അയാളുടെ ഉള്ളിലെ ആ സ്ഥായി ഭാവ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇമോഷൻ ദുഃഖമായതുകൊണ്ടാണ് അയാളുടെ മുഖം എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. ചിലർക്ക് രൗദ്രമായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഇതിനെയാണ് സ്ഥായി ഭാവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ഈ 9 രസാസ് നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് ഡോമിനൻ്റ് ആയിരിക്കും. ആ ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്ഥായി ഭാവയായിട്ട് നിലനിൽക്കുക. ഇതിനെയാണ് ഡോമിനൻ്റ് ഇമോഷൻ അല്ലെങ്കിൽ സ്ഥായി ഭാവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ ഇമോഷൻ ഈസ് കോൾഡ് രസ അൺലെസ് ഇറ്റ് ഈസ് എസ്തെറ്റിക്കലി എക്സൈറ്റഡ്. അപ്പോൾ ഏതൊരു ഇമോഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിലും ആ ഇമോഷൻ എസ്തെറ്റിക് ആയിട്ട്, ബ്യൂട്ടി ലെവലിൽ സൗന്ദര്യാത്മകമായിട്ട് എക്സൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ, ഒരു പ്ലഷർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ രസ എന്ന് വിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ലവേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 പേര് തമ്മിൽ ലവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എപ്പോഴും ഒരു ശൃംഗാരപ്രിയനാണ്, ശൃംഗാര രസയാണ് അയാളിലുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല.
ശൃംഗാരരസയും ലവും തമ്മിൽ ഒരിക്കലും എന്താ പറയുക, ലവറുടെ ഉള്ളിലുള്ള സ്ഥായിഭാവം ശൃംഗാരരസയാണ് എന്ന് നമുക്ക് അയാൾ ലവർ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അയാളുടെ ഉള്ളിലുള്ള സ്ഥായിഭാവം വേറെ ഏതെങ്കിലും ഒരു രസയാവാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഒരു വ്യക്തിക്ക് അയാളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, അപ്പോൾ അയാൾ കരഞ്ഞു എന്നൊരു കാരണം കൊണ്ട് അയാൾ എപ്പോഴും കരുണരസയിലുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു സർക്കംസ്റ്റൻസ്, ആ ഒരു സാഹചര്യത്തിൽ അയാൾ കരഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അയാളുടെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അയാളുടെ സ്ഥായിഭാവം എന്ന് പറയുന്നത് ഒരിക്കലും കരുണാരസയാവണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ അത് സർക്കംസ്റ്റൻസ് ബേസ്ഡ് ആണ്. ഒരിക്കലും അത് എസ്തെറ്റിക്കലി എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു രസ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ അഭിനവ് ഗുപ്ത പറയുന്നത്. ഇനി അടുത്തത് മമ്മഡാസ് വ്യൂ ഓൺ രസയാണ്. ഹി റിജക്ട്സ് ബട്ടലല്ലഡാസ് തിയറി ഓഫ് രസ. ബട്ടലല്ലയുടെ തിയറിയിൽ ബട്ടലല്ലഡ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിഭാവ ആൻഡ് രസ എന്ന് പറയുന്നത് ഒരിക്കലും ഇസ് നോട്ട് സിമിലർ ടു ദ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനുഫാക്ചർ ആൻഡ് ദ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ല വിഭാവയും രസയും തമ്മിലുള്ളത് എന്നാണ് ബട്ടലല്ലഡ പറയുന്നത്. ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് മാനുഫാക്ചറർ ദ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മാനുഫാക്ചറർ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോലും, അതായത് ബട്ടലല്ലഡ പറഞ്ഞു വയ്ക്കുന്നു വിഭാവയും രസയും തമ്മിൽ ഒരു സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷെ ഇതിനെ നമ്മുടെ എതിർക്കുകയാണ്. നമ്മുടെ എതിർക്കാനായിട്ടുള്ള കാരണം ഒരിക്കലും ഒരു മാനുഫാക്ചർ പ്രൊഡക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല വിഭാവയും രസയും തമ്മിലുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്, അതായത് പ്രൊഡ്യൂസർ പ്രൊഡക്റ്റ് റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നയാളും പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല രസയും വിഭാവയും തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. വിഭാവ എന്ന് പറയുന്നത് റിമൂവ് ദെൻ ഇറ്റ് കാൺ ബി കൺസിഡേർഡ് ആസ് ദ കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഓഫ് രസ. വിഭാവ റിമൂവ് ചെയ്യുകയാണ് എങ്കിൽ അതിനൊരിക്കലും, അതായത് ഒബ്ജക്റ്റീവ് കണ്ടീഷൻ ഫോർ പ്രൊഡ്യൂസിങ് രസ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യം, അതിലൂടെയാണ് രസ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ആ ഒരു കണ്ടീഷൻ ഇല്ല, ഒരു സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ വ്യക്തികൾ അവിടെ ഇല്ല എങ്കിൽ എന്നിട്ടും രസ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ രസ അവിടെ നിലനിൽക്കുകയാണ് എങ്കിൽ ഇറ്റ് കാൺ ബി കൺസിഡേർഡ് ആസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഏജന്റ് ഓഫ് രസ. അപ്പോൾ വിഭാവം ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഏജന്റ്, രസ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. എഫിഷ്യൻറ്റ് കോസ് അല്ലെങ്കിൽ നിമിത്ത കാരണമായിട്ട് പറയാൻ പറ്റില്ല. അതായത് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വളരെ പൊട്ടിച്ചിരിക്കാനായിട്ടുള്ളൊരു തമാശയുണ്ട്, ആ തമാശ ക്രിയേറ്റ് ചെയ്തിട്ട് സർക്കംസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷേ ആ സർക്കംസ്റ്റൻസ് ഓൾറെഡി എൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തു, പക്ഷേ ആ ഒരു സന്തോഷം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രസം എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ എഫിഷ്യൻറ്റ് കോസ് അല്ലെങ്കിൽ നിമിത്ത കാരണം എന്ന് പറയുന്ന സർക്കംസ്റ്റൻസിനെ നിർത്തിയിട്ടാണ് ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നത്, ഈ രസ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്തില്ല, ഒരു കണക്ഷൻ ഇല്ലാതെ വരുന്നു. ഡോമിനൻറ്റ് ഇമോഷൻ ഇസ് ദ സബ് കോൺഷ്യസ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് രസ. നമ്മുടെ ഉള്ളിലുള്ളൊരു ഡോമിനൻറ്റ് ഇമോഷൻ ഉണ്ട് സബ് കോൺഷ്യസ് ലെവലിൽ, അത് രസയല്ല എന്നാണ് നമ്മുടെ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ഥായിഭാവമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു. ഡോമിനൻറ്റ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന ദേഷ്യമാണെങ്കിൽ അതാണ് നമ്മുടെ ഡോമിനൻറ്റ് ഇമോഷൻ. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം വരുമ്പോഴേക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊരിക്കലും എന്തല്ല, രസ അല്ല എന്നാണ് ഇവിടെ നമ്മുടെ പറയുന്നത്. ഇറ്റ് ബിക്കംസ് രസ ഓൺലി ഇഫ് ഇറ്റ് ഈസ് എസ്തെറ്റിക്കലി പ്രസൻറ്റബിൾ ആൻഡ് എൻജോയബിൾ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൃതി വായിക്കുന്നു അല്ലെങ്കിൽ ഒരു നാടകം കാണുന്നു, അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു, നമുക്കത് എസ്തെറ്റിക്കലി പ്രസൻറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നു എങ്കിൽ മാത്രമേ അത് രസയായിട്ട് മാറുകയുള്ളൂ. ബട്ടലല്ലഡ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ രസ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്ലെയർ ക്യാൻ പൊല്യൂട്ട് ദ ഓഡിയൻസ്. അതിപ്പോൾ രസ ഒരു രൗദ്രമാണ് ഒരു ആക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രസ എങ്കിൽ അതെങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഓഡിയൻസിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറയാനായിട്ട് ആരെക്കൊണ്ട് സാധിച്ചിട്ടില്ല, ബട്ടലല്ലഡയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടും നമ്മുടെ ബട്ടലല്ലഡയെ എതിർക്കുന്നുണ്ട്. ഇനി സാംകുക്ക എക്സ്പ്ലനേഷൻ ഓഫ് ദ എൻലൈറ്റ്മെൻറ്റ് ഓഫ് എസ്തെറ്റിക് ഇമോഷൻ. എസ്തെറ്റിക് ഇമോഷൻ്റെ എൻലൈറ്റ്മെൻറ്റിനെ പറ്റി സാംകുക്ക പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. ഹി എക്സ്പ്ലെയിൻസ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോഴ്സ്, എ പെയിൻറ്റഡ് ഹോഴ്സാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം ഒരു ഹോഴ്സിൻ്റെ പെയിൻറ്റിങ് കാണുമ്പോൾ നമുക്കത് എന്തായിട്ട് ഫീൽ ചെയ്യും, ഇറ്റ്സ് എ ഹോഴ്സ്, അതൊരു ഹോഴ്സാണ്, അതൊരു കുതിരയാണ് എന്ന് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, ഇത് കുതിരയല്ല, കുതിരയുടെ ഒരു ചിത്രം മാത്രമാണ്. അങ്ങനെ റിയൽ ആണ് എന്നും റിയൽ അല്ല എന്നും മനസ്സിലാക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എസ്തെറ്റിക് എക്സ്പീരിയൻസ് വരുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു കുതിരേനെ പോലെ ഉണ്ടല്ലോ, പക്ഷേ ഇതൊരു പെയിൻറ്റിങ് അല്ലേ. അങ്ങനെ രണ്ട് രീതിയിൽ അവിടെ റിയൽ ആൻഡ് അൺറിയൽ എന്ന രീതിയിലാണ് നമ്മളവിടെ
എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് എൻലൈറ്റ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് സംകുക്ക പറയുന്നത്. ഭട്ടനായക സേസ് രസ ഇസ് നെയ്തർ പ്രൊഡ്യൂസ്ഡ് നോർ സജസ്റ്റഡ് നോർ ക്രിയേറ്റഡ് ബൈ എനിത്തിങ്. രസ എന്ന് പറയുന്നത് ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ആരും സജസ്റ്റ് ചെയ്യുന്നതല്ല, ഒന്നിലൂടെയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം പറയുകയാണ്, ഇറ്റ്സ് എ പ്രോപ്പർ എസ്തെറ്റിക് ക്രിയേഷൻ ജനറേറ്റ്സ് ഇൻ അസ് എ ന്യൂ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് വിച്ച് ഗീവ്സ് അസ് എൻജോയ്മെൻറ്റ്. ഒരു പ്രോപ്പർ എസ്തെറ്റിക് ക്രിയേഷനാണ്, നമ്മുടെ ഉള്ളിലുള്ളൊരു എസ്തെറ്റിക് ക്രിയേഷനാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലൂടെയാണ് നമുക്കതിനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആരും ഒരു കൃതിയിലൂടെയോ അല്ലെങ്കിൽ ഒരു നാടകത്തിലൂടെയോ ഒരു പെയിൻറ്റിങ്ങിലൂടെയോ ഒന്നും അല്ല നമുക്ക് ഈ രസം കിട്ടുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഭട്ടനായക പറയുന്നത്. ഹി കോൾസ് ദീസ് ഫങ്ഷൻസ് അസ് ഭാവകത്വ ആൻഡ് ഭോജകത്വ. ഈ തരത്തിൽ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നതും അതിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നതുമായിട്ടുള്ള ആ പ്രോസസ്സിനെ ഭാവകത്വ ഭോജകത്വ എന്നാണ് ഭട്ടനായക വിളിക്കുന്നത്. എൻലൈറ്റ്മെൻറ്റ് ഓഫ് രസ ഈസ് നോട്ട് ദ സബ്ജക്റ്റ് ഓഫ് ഓർഡിനറി സൈക്കോളജി ബട്ട് ഓഫ് എസ്തെറ്റിക്. സാധാരണ ആയിട്ടുള്ളൊരു സൈക്കോളജിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള എൻലൈറ്റഡ് രസ കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ ഒരു എസ്തെറ്റിക് സൈക്കോളജി, അതായത് സൗന്ദര്യത്തെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻലൈറ്റ്മെൻറ്റ് ഓഫ് രസം നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ഭട്ടനായക പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് എന്താണ് ഭാവകത്വ ഭോജകത്വ. ഭാവകത്വ ഭോജകത്വ എന്ന് പറയുന്നതാണ് ഫങ്ഷൻ ഓഫ് രസ എന്ന് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഭാവകത്വ ഭോജകത്വ വേണം എന്നാണ് ഭട്ടനായക പറഞ്ഞത്. അതെന്താണ് എന്ന് നോക്കാം. എന്താണ് ഈ ഭാവകത്വ ഭോജകത്വ? ഭാവകത്വം എന്ന് പറയുന്നത് ഇസ് ദ പവർ ഓഫ് യൂണിവേഴ്സലൈസേഷൻ, സാധാരണീകാരൻ, ബൈ വെർച്യൂ ഓഫ് വിച്ച് വിഭാവ, സ്ഥായിഭാവ എക്സെട്ര ലൂസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി ഇൻ പീപ്പിൾ ഹു എൻഡോഡ് വിത്ത് ഇമാജിനേഷൻ. അതായത് നിങ്ങളൊരു നാടകം കാണുകയാണ്. ആ നാടകം കാണുമ്പോൾ നാടകത്തിലെ അഭിനയിക്കുന്നയാൾ, അതിലെ കഥാപാത്രം എന്തായിട്ട് മാറുന്നു? ഒരു യൂണിവേഴ്സൽ ക്യാരക്ടറായിട്ട് മാറുന്നു. നമ്മൾ കണ്ടു പരിചയമുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സലായിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അതിനെ ഒരു രസമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ ഭട്ടനായക അഭിപ്രായപ്പെടുന്നത്. അതേപോലെ ഭോജകത്വം എന്ന് പറയുന്നത് is the quality that is responsible for the enjoyment of this generalized സ്ഥായിഭാവ by spectator. അതായത് നമ്മൾ കാണി അല്ലെങ്കിൽ ഓഡിയൻസിന് ഈ ഒരു സെൻസിബിൾ, അതായത് ഈ ബ്യൂട്ടീനെ ഇത്തരത്തിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു പവറും കൂടി വേണം. നാടകം കാണുമ്പോൾ ഇത് അടുത്ത വീട്ടിലെ അരുണല്ലേ അഭിനയിക്കുന്നത്, ഇത് ഞാൻ കുറേ അഭിനയിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവന് എന്തെന്നായി അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ അയാൾ അഭിനയിക്കുന്ന റോള് ഒരു പോലീസ് ഓഫീസറുടേതാണ് എങ്കിൽ അത്തരത്തിലുള്ള പോലീസിനെ നമ്മൾ യൂണിവേഴ്സലൈസ് ചെയ്യുകയാണ്. നമ്മൾക്ക് പരിചയമുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പോലീസ് എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത് എന്ന് നമുക്ക് കണക്കാക്കുമ്പോൾ മാത്രമേ അവിടെ നമുക്കൊരു ടൈപ്പ് ഓഫ് എൻജോയ്മെൻറ്റ്, ഒരു സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി എന്നൊരു ഒരു ഇത് വരുവുള്ളൂ. അതായത് നമ്മൾക്ക് ആസ്വാദകന് ഇതൊരു ക്യാരക്ടറാണെന്നും ഈ ക്യാരക്ടറിലൂടെ ഇയാൾ ഇന്ന റോളാണ് അഭിനയിക്കുന്നതും ഇത് എവിടെയും നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു റോളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഇത് ഇന്നയാളല്ലേ, അയാൾക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും അതിനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഭാവകത്വവും ഭോജകത്വവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഈ രസത്തിൽ കിട്ടുകയുള്ളൂ, എൻജോയ്മെൻറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് ഭട്ടനായക അഭിപ്രായപ്പെടുന്നത്. അടുത്തത്, ഇൻ ഡ്രാമ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ലോസ് ദെയർ ഇമ്പോർട്ടൻസ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം പ്യുവർലി യൂണിവേഴ്സൽ. ഡ്രാമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയും അവർ എന്തായി മാറുകയാണ് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അഭിനയിക്കുന്ന വ്യക്തിയുടെ പേര് എബിൻ എന്നാണ് എങ്കിൽ ആ എബിൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ല അഭിനയിക്കുന്നത്, മറിച്ച് അതൊരു യൂണിവേഴ്സൽ വേറൊരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ആ ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ അല്ല നമ്മൾ നോക്കേണ്ടത്, ആ കഥാപാത്രം എങ്ങനെയാണെന്ന് അതെങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ട് എവിടെയും കണ്ട് പരിചയമുള്ള ഒരു കഥാപാത്രമായിട്ട് മാറുന്നു എന്നുമാണ് നമ്മൾ നോക്കേണ്ടത്. വി എൻജോയ് ബോത്ത് ട്രാജഡി ആൻഡ് കോമഡി. നമ്മൾ ട്രാജഡിയിൽ അത് ട്രാജഡി ആണല്ലോ എന്ന് വിചാരിച്ച് എൻജോയ് ചെയ്യാതിരിക്കുന്നില്ല. രസയിൽ നമ്മൾ ബോത്ത് ട്രാജഡി കോമഡി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ യൂണിവേഴ്സലൈസേഷൻ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവിടെ ട്രാജഡീനെയും കോമഡീനെയും ഒരേപോലെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ഭട്ട ടൗട്ടയാണ്. ഭട്ട ടൗട്ട എന്ന് പറയുന്നത് ടീച്ചർ ഓഫ് അഭിനവ് ഗുപ്തയാണ്. അഭിനവ് ഗുപ്തയുടെ ടീച്ചറാണ്.
അദ്ദേഹത്തിൻ്റെ കാവ്യ കൗതുക എന്ന് പറയുന്ന വർക്കിൽ ഡ്രമാറ്റിക് പ്ലേ ഇസ് നോട്ട് എ ഫിസിക്കൽ ഒക്യറൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിസിക്കലി കുറച്ച് ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, അവരെന്തൊക്കെയോ കാണിക്കുന്നു എന്നതിനപ്പുറമായിട്ട് ഹീറോ സ്റ്റാൻഡ് സംവെയർ ബിറ്റ്വീൻ പ്യുവർ ആക്ച്വാലിറ്റി ആൻഡ് പ്യുവർ ഐഡൻറ്റിറ്റി. പ്യുവർ ആക്ച്വാലിറ്റിയുടെ ഐഡൻറ്റിറ്റിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഹീറോയിനെ ബട്ടറ്റ് ഔട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് രാമയുടെ എക്സാമ്പിളാണ്. രാമ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ അല്ല, മറിച്ച് വാൽമീകി എഴുതിയ ക്യാരക്ടറല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് രാമ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു വാൽമീകി എഴുതിയ രാമനാവാനായിട്ട് ഒരിക്കലും ഈ ഒരു അഭിനേതാവിന് സാധിക്കില്ല, ആക്ടർക്ക് സാധിക്കില്ല, മറിച്ച് അയാൾക്ക് ആ വ്യക്തിയാവാനായിട്ടും സാധിക്കില്ല. പേഴ്സണലി ഈ രാമ എന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ആൾ ഒരിക്കലും രാമനല്ല, മറിച്ച് ആരാണ്? വേറെ ഏതൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വേറെ ഏതൊരു വ്യക്തിയുടെയും വാൽമീകി എഴുതിയ രാമയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആവാനായിട്ടാണ് ഈ ആക്ടർക്ക് സാധിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻസ് അതേപോലെ മ്യൂസിക്കിനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാമ എന്ന് പറയുന്നത് പാസ്റ്റും പ്രസൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസിന് കൊടുക്കുന്നത്. പാസ്റ്റ് വാൽമീകിയിൽ പറഞ്ഞിരിക്കുന്ന രാമനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, പണ്ട് നമ്മൾ കേട്ട് പരിചയമുള്ള രാമനുമായിട്ട് കണക്ട് ചെയ്യും, പ്രസൻറ്റിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടും നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റും പ്രസൻറ്റുമായിട്ട് ഈ രാമ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ ടൈപ്പ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. അപ്പോൾ ഈ ന്യൂ എക്സ്പീരിയൻസിലൂടെ നമ്മളിലുണ്ടാകുന്ന ഒരു പുതിയ തരത്തിലുള്ള സന്തോഷവും അതേപോലെ വേദനയൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് ടെക്നിക്കലി നോൺ ആസ് രസാവധാന കമത്കാര കാർവണ. ഈ രസാവധാന കമത്കാര കാർവണ എന്ന് പറയുന്നത് ഈ പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു വായനക്കാരന് എങ്ങനെ ഈ ഒരു പ്ലഷർ പെയിൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എൻജോയ്മെൻറ്റ് ഓഫ് ദ റൗസ്ഡ് ഇമോഷൻ ഇൻഹെറൻറ്റ് ഇൻ അവർ ഓൺ പേഴ്സണൽ. നമ്മളുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ എത്തരത്തിലാണോ ഈ ഒരു കഥാപാത്രത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, എത്തരത്തിലുള്ളൊരു ഇമോഷനാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇത്തരത്തിലുള്ളൊരു പ്ലഷർ പെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് രസാവധാന കമത്കാര കാർവണ. ഈ 3 ടേംസും ഈ ഒരു ന്യൂ ടൈപ്പ് ഓഫ് പ്ലഷർ പെയിൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി എ പ്ലേ അല്ലെങ്കിൽ ഒരു ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ഒക്കറൻസ് ബട്ട് ഇറ്റ് ഈസ് പ്യുവർലി സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒക്കറൻസ്, അതായത് കഥാപാത്രം ഇങ്ങനെ വെറുതെ നടന്നു പോകുന്ന, സ്റ്റേജിൽ നടന്നു പോകുന്ന എന്നതിനപ്പുറമായിട്ടൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആ കഥയിലൂടെ, ആ ഡ്രാമയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി യൂണിവേഴ്സലൈസേഷൻ ഓഫ് പോയറ്റിക് ആർട്ട് 2 തരമുണ്ട്, 2 കൈൻഡ്സ് ഉണ്ട്. ഒന്ന് ദ എസ്തെറ്റിക് കോമ്പോസിഷൻ പ്രസൻറ്റ് ബിഫോർ അവർ മൈൻഡ്സ് ആസ് എസ്തെറ്റിക് സിറ്റുവേഷൻ ആൻഡ് ആൻ ഇമോഷൻ ഫ്രീ ഫ്രം ലോക്കൽ ക്യാരക്ടേഴ്സ്. അതായത് ഒരു എസ്തെറ്റിക്, നമ്മൾ ഓൾറെഡി കണ്ട് നാടകം കളിക്കുമ്പോൾ നാടകത്തിലെ കഥാപാത്രം ഒരിക്കലും ആ ഒരു വ്യക്തിയായോ അഭിനേതാവായോ അല്ലെങ്കിൽ ആ കഥാപാത്രമായിട്ടോ അല്ല നിൽക്കുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ രാമൻ്റെ കേസിൽ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് എസ്തെറ്റിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലൊരു എസ്തെറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയാണ്. അതായത് കാണികളുടെ ഇടയിൽ, ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ റീഡറിൻ്റെ ഉള്ളിൽ ഒരു എസ്തെറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയാണ്, അതേപോലെ ഒരു എസ്തെറ്റിക് ഇമോഷനും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതൊരിക്കലും ഒരു ലോക്കൽ ക്യാരക്ടറായിട്ടല്ല, ഒരു യൂണിവേഴ്സലൈസേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സലൈസേഷനിൽ ഒന്ന് ഈ ടൈപ്പ് ലോക്കൽ ക്യാരക്ടർ അല്ലാത്ത യൂണിവേഴ്സലൈസേഷൻ ആയിട്ടൊരു ക്യാരക്ടറായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. അടുത്തത് ദ എക്സ്പ്രഷൻ ഓഫ് ദിസ് ആർട്ടിസ്റ്റിക് എൻലൈറ്റ്മെൻറ്റ് ഹാസ് എ യൂണിവേഴ്സൽ ക്യാരക്ടർ ഇൻ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് മൈൻഡ്സ്. അതായത് ഈ യൂണിവേഴ്സൽ ക്യാരക്ടർ ആർട്ടിസ്റ്റിക് എൻലൈറ്റ്മെൻറ്റ് അതായത് ഇപ്പോൾ ഒരു നാടകം കാണാനായിട്ട് 50 പേരുണ്ടെങ്കിൽ 50 പേരും അതിനെ എൻജോയ് ചെയ്യുന്നത് 50 രീതിയിലാണ്. അപ്പോൾ യൂണിവേഴ്സൽ ആണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുന്നത് 50 പേരുടെയും മനസ്സിൽ 50 തരത്തിലാണ് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് മൈൻഡ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ യൂണിവേഴ്സലൈസേഷൻ സാധ്യമാകുന്നത്. ഒരേ രീതിയിലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സാധ്യം. വെച്ചാൽ അവരവരുടെ ഒരു വ്യൂ പോയിന്റിലാണ് അവരതിനെ കണക്ട് ചെയ്യുന്നത്. ഏത് കഥാപാത്രത്തെയും അവരവരുടെ വ്യൂ പോയിന്റിലാണ് അവർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലാസ്റ്റ്
ആയിട്ടുള്ള എസ്സേയുടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ദ വേർഡ് ഓഫ് കമത്കാരയാണ്. എന്താണ് കമത്കാര? കമത്കാരനെ പറ്റിയിട്ട് കുറച്ച് മീനിങ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കോമിംഗ്ലിംഗ് ഓഫ് യൂണിവേഴ്സൽ ആർട്ടിസ്റ്റിക് സിറ്റുവേഷൻ ആൻഡ് ദ സ്റ്റിർഡ് അപ്പ് ഇമോഷൻ മോട്ടീവ് കോംപ്ലക്സസ്. നമ്മളുടെ ഉള്ളിലുള്ള യൂണിവേഴ്സൽ ആർട്ടിസ്റ്റിക് സിറ്റുവേഷനെയും നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ മോട്ടീവ് കോംപ്ലക്സസിനെയും കൂടി മിങ്കിൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമത്കാര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സൽ സിറ്റുവേഷനെയും നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ്, എസ്തെറ്റിക് ആയിട്ടുള്ള പ്ലഷർ, എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക. എസ്തെറ്റിക് പ്ലഷർ അങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ എന്ത് ചെയ്യുക, എറൈസ് ചെയ്യാനായിട്ട് പറ്റുക. ഇത് രണ്ടും കൂടി യൂണിവേഴ്സൽ സിറ്റുവേഷനും ആർട്ടിസ്റ്റിക് സിറ്റുവേഷനും അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഇമോഷനും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു എസ്തെറ്റിക് പ്ലഷർ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. ബോഡ്ലി മാനിഫെസ്റ്റേഷൻ ഓഫ് സച്ച് എൻജോയ്മെൻറ്റ്. ബോഡ്ലി മാനിഫെസ്റ്റേഷൻ ഓഫ് സച്ച് എൻജോയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു തമാശയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്നു, കൈകൊട്ടി ചിരിക്കുക, കുലുങ്ങി ചിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത് ബോഡ്ലി മാനിഫെസ്റ്റേഷൻ. ദെൻ മെൻ്റൽ ഫങ്ഷൻ ബൈ വിച്ച് ദ ഹോൾ തിങ് എൻജോയ്. നമ്മളുടെ മാനസിക തലം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ യൂണിവേഴ്സൽ സിറ്റുവേഷനും നമ്മുടെ ഇമോഷനും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഉള്ളിൽ ആ ഒരു എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് ഉണ്ടാവുന്നത്. അത് എൻജോയ് ചെയ്യുന്നു, അതിനുവേണ്ടി ബോഡ്ലി ഫിസിക്കലായിട്ട് നമ്മളത് എങ്ങനെ എൻജോയ് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ മെൻ്റൽ ഫങ്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിന് കണക്ട് ചെയ്തിട്ട് നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് കമത്കാരിൽ വരുന്നത്. ഇതാണ് തിയറി ഓഫ് രസ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.